ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമ ഓണാഘോഷത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. രാവിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് ശ്യാമ കണ്ണനോട് ഇന്നത്തെ ദിവസം എല്ലാവർക്കും വളരെ സന്തോഷം നിറഞ്ഞതും എല്ലാവർക്കും നന്മയും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു ഓണവും ഉണ്ടാവട്ടെ എന്ന് കണ്ണനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കണ്ണൻ എല്ലാവരെയും കാത്തിരക്ഷിക്കണേ എന്ന് മനമുരുകി പ്രാർത്ഥിച്ച് കണ്ണന് മുന്നിൽ പൂജിക്കുകയും കണ്ണനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിനു ശേഷം ആരതി ഒഴിഞ്ഞ് ശ്യാമ അവിടെ വെച്ചിരുന്ന ആ ഓണക്കോടി കണ്ണന്റെ മുന്നിലായി എല്ലാവർക്കും കൊടുക്കാനായി വെച്ച് ആ ഓണക്കോടി ശ്യാമ അതെടുത്തുകൊണ്ട് വരുന്നു. അതിനുശേഷം അച്ഛനും അമ്മയും എല്ലാവരും അവിടെ സന്തോഷത്തോടെ നിൽക്കുമ്പോൾ ശ്യാമ ആ ഓണക്കോടിയിൽ ശ്രീകുട്ടിക്കായി മാറ്റി വെച്ചിരുന്ന ഓണക്കോടി എടുത്ത് വസുനാമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. അമ്മേ, ഇതാണ് മോളുടെ ഓണക്കോടി എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ ഓണക്കോടി വസുനാമ്മയുടെ കയ്യിൽ കൊടുത്തിടും. ശ്രീകുട്ടിയെ വസുന്ധരാമ ഉടനെ വിളിക്കണം. മോളെ ശ്രീകുട്ടി എന്ന വിളി കേട്ട് വരുന്നു മുത്തശ്ശി എന്ന് വിളിച്ച് ഓടി ശ്രീകുട്ടി അരികിലേക്ക് എത്തിയിടും. ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് വസുന്ധരാമ ഓണക്കോടി സമ്മാനമായി നൽകി. ഇതാണ് മോളുടെ ഓണക്കോടി എന്ന് പറഞ്ഞ് ആ ഓണക്കോടി കയ്യിലേക്ക് കൊടുത്തിടും. സന്തോഷത്തോടെ ശ്രീകുട്ടി അത് വാങ്ങിക്കും. അതിനുശേഷം അവിടെ വന്ന് നിൽക്കുന്ന ആദിത്യനും അമൃതയ്ക്കുമെല്ലാം ഓണക്കോടി സമ്മാനിച്ചു. പിന്നീട് അഖിലിനും ഒപ്പം ശ്യാമയ്ക്കും ഓണക്കോടി കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഓണക്കോടി വാങ്ങിച്ച് സന്തോഷപൂർവ്വം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഐശ്വര്യ അവിടേക്ക് എത്തുന്നു. ഐശ്വര്യ വിളിച്ച് വസുനാമയോട് ചോദിക്കണം, അമ്മേ, എനിക്ക് ഓണക്കോടിയില്ലേ? ഈ സമയത്ത് വസുന്ധരാമ ആനന്ദവർമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കുകയും ആനന്ദവർമ്മ വസുന്ധരാമയ്ക്ക് ഓണക്കോടി കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ അവസാനം അവിടെ നിന്ന് ഐശ്വര്യ ഇങ്ങനെ ഒരു ചോദ്യം കൂടി ചോദിച്ചപ്പോൾ വസുന്ധരയുടെ മുഖഭാവം മാറുന്നു. ഐശ്വര്യ അരികിലേക്ക് വന്ന് ചോദിച്ചു, അല്ല, എല്ലാ വർഷവും ഞാൻ ഇവിടെ ഓണക്കോടി വാങ്ങിക്കാറുള്ളതാണല്ലോ, എനിക്ക് വേണ്ടിയുള്ളതും ഇവിടെ കരുതാറുണ്ടല്ലോ, അതുകൊണ്ട് ഇത്തവണ എനിക്കില്ലേ അമ്മേ ഓണക്കോടിയും? എൻ്റെ ഓണക്കോടി എവിടെ അമ്മേ എന്നെല്ലാം വസുന്ധരാമയുടെ അരികിലെത്തി ഐശ്വര്യ അന്വേഷിച്ചു. വസുന്ധരാമ ഒട്ടും ഇഷ്ടപ്പെടാതെ ഐശ്വര്യയോട് പറഞ്ഞു, ഐശ്വര്യ, ഇത് നല്ലൊരു ഓണമാണ്. ഈ ഓണത്തിന് എല്ലാവരുടെയും മനസ്സിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല തിരുവോണം ഉണ്ടാകാനാണ് ആഗ്രഹിക്കുന്നത്. നീ വെറുതെ നിന്റെ ഓരോ പ്രവൃത്തികൾ ഈ കുടുംബത്തുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള നിന്റെ പെരുമാറ്റങ്ങൾ ഒരു കാരണവശാലും ഇനി ഇവിടെ ഉണ്ടാകരുതെന്നും ആരുടെയും മനസ്സ് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത് എന്ന് വസുന്ധരാമ അവിടെ നിന്ന് ഐശ്വര്യയെ ഓർമ്മിപ്പിക്കുന്നു. ഐശ്വര്യ അത് കേട്ടതും വസുന്ധരാമയോട് പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ കാരണം ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല, ഞാനൊരു കുഴപ്പവും ഉണ്ടാക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്യാമയുടെയും മറ്റും മുഖത്ത് നോക്കി ഐശ്വര്യ അങ്ങനെ സംസാരിക്കുന്നത് കേട്ട് ഉടനെ ആനന്ദവർമ്മ അവിടെ ഉണ്ടായിരുന്ന ഐശ്വര്യക്ക് വാങ്ങിച്ചിരുന്ന ആ ഓണക്കോടി അത് ഐശ്വര്യക്ക് സമ്മാനിക്കുന്നു. ഐശ്വര്യ അത് വാങ്ങിച്ചതും എല്ലാവരെയും ഒന്നുകൂടി നോക്കുമ്പോൾ ആകെ വിഷമത്തോടെ വസുന്ധരാമയുടെയും മറ്റുള്ള എല്ലാവരുടെയും പെരുമാറ്റത്തിലും അവരുടെ നോട്ടത്തിലുമൊക്കെ തന്നോട് അതൃപ്തിയുള്ളതുപോലെ ഐശ്വര്യ മനസ്സിലാക്കി. എങ്കിലും ആ ഓണക്കോടി വാങ്ങിച്ചതിന് ശേഷം ഐശ്വര്യ എല്ലാവരോടുമായി ചോദിച്ചു, അല്ല, അരുൺ എവിടെ? അരുണിനെ കണ്ടില്ലല്ലോ. അത് കേട്ട ഉടനെ അരുണിനെയും ഐശ്വര്യയും കണ്ടില്ലല്ലോ, അവർ രണ്ടുപേരും എവിടെ പോയി? ഒന്നും മിണ്ടാതെ എല്ലാവരും നിൽക്കുമ്പോൾ ശ്രീകുട്ടിയെ നോക്കിയിട്ട് ഐശ്വര്യ ചോദിച്ചു, ശ്രീകുട്ടി എവിടെ? നിന്റെ അമ്മ എവിടെ? അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, എൻ്റെ അമ്മ മുത്തശ്ശിക്ക് ഓണക്കോടി കൊടുക്കാനായി പോയിരിക്കുകയാണ്. അത് കേട്ട ഉടനെ ഐശ്വര്യ ദേഷ്യത്തോടെ ചോദിച്ചു, അത് ശരി, അപ്പോ അരുണും പോയോ കൂടെ എന്ന് ചോദിച്ചപ്പോൾ ശ്രീകുട്ടി പറഞ്ഞു, അരുണങ്ങള് അമ്മയുടെ കൂടെ കൂട്ടിന് പോയിരിക്കുകയാണ്. അത് കേട്ടതും ആകെ ദേഷ്യത്തിലാകുന്നു ഐശ്വര്യ. അത് ശരി, അപ്പൊ ഇവിടെയുള്ള എല്ലാവരും മനഃപൂർവ്വം നടത്തുന്നതാണല്ലേ? എന്നെ മനഃപൂർവ്വം വേദനിപ്പിക്കാനായി, ഇൻസൾട്ട് ചെയ്യാനായി എല്ലാവരും ഒരു ഒത്തുകളി നടത്തുകയാണല്ലേ എന്ന് ചോദിച്ച് ഐശ്വര്യ ബഹളമുണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ അത് കേട്ടു നിന്ന വസുന്ധരാമ ഐശ്വര്യയെ വിളിക്കണം. ഐശ്വര്യ, ഞാൻ മുൻപേ പറഞ്ഞിരുന്നു ഇവിടെ ഇനി യാതൊരു പ്രശ്നവും ഉണ്ടാക്കരുതെന്നും ഇത് നല്ലൊരു ഓണമായിട്ട് മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ നിന്റെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന്. എന്നിട്ടും നീ അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാവില്ല എന്റെ പ്രതികരണം, മനസ്സിലായോ ഐശ്വര്യ എന്ന് ചോദിച്ച് വസുന്ധരാമ ഐശ്വര്യയുടെ നേരെ തട്ടിക്കയറാൻ ഒരുങ്ങുമ്പോൾ ആനന്ദവർമ്മ ഐശ്വര്യയെ പിടിച്ചു നിർത്തുന്നു. ഐശ്വര്യയുടെ നേരെയുള്ള വസുന്ധര നീക്കം കണ്ടതും ആനന്ദവർമ്മ വസുന്ധരയെ പിടിച്ചു നിർത്തി. എടോ, സാരമില്ല, താൻ വെറുതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞ് വസുന്ധരാമയെ ആനന്ദവർമ്മ സമാധാനിപ്പിക്കുന്നു. വസുന്ധരാമ ആകെ ദേഷ്യത്തോടെ, അല്ല ആനന്ദേട്ടാ, ഇങ്ങനെയൊക്കെ ചെയ്താൽ എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് ആനന്ദവർമ്മയുടെ വസുന്ധരാമ തന്റെ സങ്കടവും പറയുന്നു. അതിനുശേഷം പിറ്റേന്ന് അഖിലും ശ്യാമയും മറ്റെല്ലാവരും ഓണക്കോടി ഉടുത്ത്
ഓണാഘോഷത്തിനായി അവിടേക്ക് എല്ലാവരും ഓണക്കോടി ഉടുത്ത് നേരെ ഹാളിലേക്ക് വന്നു. ഈ സമയത്ത് ശ്യാമ ഓണക്കോടി എടുത്തിട്ട് അഖിലിന്റെ അരികിലേക്ക് ചെല്ലുമ്പോൾ അഖില് ശ്യാമയെ നോക്കി അടിമുടി അങ്ങനെ നോക്കുന്നത് കണ്ട് ശ്യാമ ചോദിച്ചു, അല്ല അഖിൽ സാർ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്, ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഉടനെ അഖിൽ പറഞ്ഞു, എന്റെ ഭാര്യയുടെ സൗന്ദര്യം ഞാൻ കണ്ടങ്ങ് നിന്നു പോയതാണ്, എന്റെ ഭാര്യയ്ക്ക് സൗന്ദര്യം കൂടിയതുപോലെ തോന്നി എന്ന് പറഞ്ഞപ്പോ ഉടനെ ശ്യാമ പറഞ്ഞു, അതെ എന്റെ അഖിൽ സാറിന്റെ കുഞ്ഞിന്റെ വയറ്റിലുള്ളത് കൊണ്ടാണ് എനിക്ക് സൗന്ദര്യം എന്ന് അഖിലിനോട് ശ്യാമ അറിയിച്ചു. അതെല്ലാം കേട്ടതും അഖിൽ, ഓ അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞ് ശ്യാമയോട് തിരിഞ്ഞു നിൽക്കാനായി പറഞ്ഞ് ശ്യാമയുടെ തലയിൽ മുല്ലപ്പൂ ചൂടി കൊടുക്കണം. മുല്ലപ്പൂ തലയിൽ വെച്ചത് കൂടെ അഖിൽ വലിയ സന്തോഷത്തോടെ ശ്യാമയെ തന്നെ നോക്കി. അതിനുശേഷം എല്ലാവരും ചേർന്ന് ഓണസദ്യ കഴിക്കണം. ഓണസദ്യയിൽ ശ്രീകുട്ടിയെ അരികിലിരുത്തി വളരെ സ്നേഹത്തോടെ ഭക്ഷണം മൂട്ടുകയും എല്ലാവരും ശ്രീകുട്ടിയെ ചേർത്ത് ഇരുത്തുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച കണ്ട് ഐശ്വര്യയുടെ മനസ്സിൽ അസൂയയും കുശുമ്പുമേർന്നു. അസൂയയോടെ ഐശ്വര്യ വേഗം ചാടി എഴുന്നേറ്റു. ഇത് കണ്ട ഉടനെ അമൃതയെടുത്തി പറഞ്ഞു, അല്ല എഴുന്നേറ്റ് പോകല്ലേ, പായസമുണ്ട്. അപ്പോഴേക്കും ശ്യാമയും പറഞ്ഞു, അതേ എടുത്തി പായസമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഐശ്വര്യ പറഞ്ഞു, ഓ പായസം, മനുഷ്യന്റെ ഷുഗർ കൂട്ടാനായിട്ട് ഒരു പായസം, മുഴുവൻ മധുരമല്ലേ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഐശ്വര്യ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഈ കാഴ്ച കണ്ടപ്പോഴേക്കും ആദിത്യം പറഞ്ഞു, ഇതിലപ്പുറമാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, നമ്മളിതൊന്നും ആരും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല, ഈ ഓണം ഇതുപോലെ അലങ്കോലമാക്കുമെന്ന് നമുക്കറിയാവുന്നതല്ലേ, അതുകൊണ്ട് ഐശ്വര്യയുടെ കാര്യം ഓർത്ത് ആരും ആശങ്കപ്പെടണ്ട. എന്തായാലും അല്ല നമ്മുടെ സ്പെഷ്യൽ പായസം എവിടെ, നമുക്ക് തരാവുന്ന ഉണ്ടാക്കി വെച്ചിരുന്ന ശ്യാമയുടെ ആ സ്പെഷ്യൽ പായസം എവിടെ, അതിങ്ങ് കൊണ്ടുപോവാ എന്ന് ഐശ്വര്യയുടെ ഈ മുഖം കണ്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഐശ്വര്യ കലതിൽ പോയപ്പോൾ ആദിത്യൻ പായസം എടുക്കാനായി ആവശ്യപ്പെട്ടു. ആദിത്യന് പായസം എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ ആ ഒരു കർമ്മത്തിൽ പങ്കുചേർന്ന് അവരെല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഓണസദ്യ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൽ ഇഷ്ടപ്പെടാതെ അവിടുന്ന് ഇറങ്ങിയ ഐശ്വര്യ വേഗം സിറ്റൗട്ടിലേക്ക് വന്നെത്തി. അപ്പോഴാണ് ഐശ്വര്യയുടെ അരികിലേക്ക് കണ്ണൻ ആകെ ദേഹമാസകലം ചെളിപ്പുരണ്ടും ഒരു കീറിയ ഡ്രസ്സും ഒക്കെ ഇട്ടുകൊണ്ട് ആകെ വിശന്ന് അവശനായതുപോലെ തളർന്നതുപോലെ കണ്ണൻ അവിടേക്ക് ഐശ്വര്യയുടെ മുന്നിലേക്ക് എത്തിയത്. അമ്മേ, മേഡം എന്തെങ്കിലും കഴിക്കാൻ തരണം, എനിക്ക് വല്ലാതെ വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാമോ ചേച്ചി എന്ന് ചോദിച്ചുകൊണ്ട് അവിടേക്ക് വന്നപ്പോൾ ഐശ്വര്യ ദേഷ്യപ്പെട്ടു, ചേച്ചിയോ, ആരുടെ ചേച്ചിയാടാ, മര്യാദയ്ക്ക് മേഡം വിളിക്കടാ എന്ന് പറഞ്ഞപ്പോൾ ശരി മേഡം, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണം എന്ന് പറഞ്ഞ് വല്ലാതെ വിശപ്പ് അഭിനയിക്കുമ്പോൾ വിശന്ന് വന്നിരിക്കുന്നു എന്ന രീതിയിൽ ഐശ്വര്യയുടെ മുന്നിൽ തനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് ചോദിച്ച് കണ്ണൻ വന്ന് നിൽക്കുമ്പോൾ ഐശ്വര്യ കണ്ണനെ ഓടിച്ചു വിടാൻ ശ്രമിക്കുന്നു. നിനക്ക് ചോറ് വേണമെന്നോ, വിശക്കുന്നെന്നോ, നീ നിന്റെ വീട്ടിൽ പോയി കഴിക്കടാ, നീ ഇങ്ങോട്ട് വന്ന എന്തിനാടാ, പോടാ വിട്ട് എന്ന് പറഞ്ഞ് കണ്ണനോട് ദേഷ്യപ്പെടുകയാണ് ഐശ്വര്യ. ഈ ബഹളം കേട്ട് അവിടേക്ക് ശ്യാമ എത്തുന്നു. ശ്യാമ വന്നതും ശ്യാമ ചോദിച്ചു, എന്താ എടുത്തി, എന്താ പ്രശ്നം? അപ്പോഴേക്കും ഉടനെ ഐശ്വര്യ പറഞ്ഞു, അതെ ഇവന് ചോറ് വേണമെന്ന് അവൻ പറയുന്നത്, ഇവന് വല്ലാതെ വിശക്കുന്നുണ്ടെന്ന്. അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, വാ മോനെ, അകത്തേക്ക് കയറി വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞു, ഇവനെയൊക്കെ അകത്തേക്ക് കൊണ്ടുപോകണം, ഞാൻ സമ്മതിക്കില്ല, ഇവനെ വേണമെങ്കിൽ പുറത്ത് വല്ല കുഴിയും കുത്തി അത് ചോറിട്ട് കൊടുത്തോ, അത് മതി എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യയോട് ശ്യാമ പറഞ്ഞു, ഐശ്വര്യ എടുത്ത് എന്താ ഈ പറയുന്നത്, നല്ലൊരു ദിവസമായിട്ട് ഇന്ന് ഭക്ഷണം ചോദിച്ചു വരുന്ന ആർക്കും ഭക്ഷണം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് മോൻ കയറി വാ എന്ന് പറഞ്ഞപ്പോൾ ഐശ്വര്യ പറഞ്ഞു, അതെ നമുക്കെല്ലാം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളതാണ്, ഇവനെ അകത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കേണ്ടതാണ് നമുക്ക്, അവിടെയൊക്കെ ഇവനെ കയറ്റി ഇരുത്തിയാ പിന്നെ എങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും, ഈ വൃത്തിയും വെടുപ്പും ഇല്ലാത്ത ഇവനെയൊക്കെ അവിടെ കയറ്റി ഇരുത്താൻ പാടുണ്ടോ, ഞാൻ അതിനെ സമ്മതിക്കില്ല, ഞാൻ തടയും എന്ന് ഐശ്വര്യ ബഹളം വെച്ചു. ശ്യാമ അത് കേട്ടതും എടുത്ത് തടയുവോ എന്നാ എനിക്കൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞ് ശ്യാമ കണ്ണനോട് വരാൻ പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. കണ്ണനെ ഹാളിൽ കൊണ്ടുവന്നിരുത്തുമ്പോൾ ഐശ്വര്യ ആലോചിച്ചു, അത് ശരി, എനിക്കിവിടെ അല്പം ഗ്രിപ്പ് കുറഞ്ഞു പോയി, എങ്കിലും അല്ലായിരുന്നെങ്കിൽ ഇപ്പോ അവനെ ഭക്ഷണം കൊടുക്കാൻ പോയവളും ഭക്ഷണം കഴിക്കാൻ വന്നവനുമൊക്കെ ഇപ്പൊ ഈ വീടിന് വെളിയിലായേനെ, എന്തായാലും എനിക്കൊരു കാലം വരും എന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ കലിയോട് അങ്ങനെ നിൽക്കുമ്പോൾ ശ്യാമ കണ്ണനെ ആ ഡൈനിങ് ടേബിളിന് അരികിൽ കൊണ്ടുവന്നിരിക്കുന്നു. കണ്ണൻ അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ ശ്യാമ കണ്ണൻ നിവേദിച്ചു വെച്ചിരുന്ന ഉണ്ണിയപ്പവുമായി കണ്ണന്റെ മുന്നിലേക്ക് എത്തി. ഇത് ഭഗവാന് നിവേദിച്ച ഉണ്ണിയപ്പമാണ്, കഴിച്ചോ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ ചോദിച്ചു, ഉണ്ണിയപ്പം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ഇത് മുഴുവൻ എനിക്കാണോ എന്ന് ചോദിച്ചു. അതെ മുഴുവനും അതെ, കഴിച്ചോ എന്ന് പറഞ്ഞ് ശ്യാമ അത് മുഴുവൻ കൊടുക്കുമ്പോൾ കണ്ണൻ അത് വളരെ
ആസ്വദിച്ച് അത് കഴിക്കുന്നത് ശ്യാമ നോക്കിയിരുന്നു. ഇത് കണ്ട ഐശ്വര്യ കലിയോടെ അവിടെ വന്ന് നിന്ന് കണ്ടില്ലേ, അവളെ പോലെ തന്നെയുള്ള ആളുകളെ തന്നെ അവൾ വിളിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത് കണ്ടില്ലേ എന്ന് മനസ്സിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഐശ്വര്യ കുശുമ്പോടെ നോക്കി നിൽക്കുമ്പോൾ കണ്ണന് ഐശ്വര്യ നോട്ടത്തിൽ നിന്ന് കാര്യം മനസ്സിലായി. ഓ, ഇവർക്ക് ഞാനിവിടെ വന്ന് അത്ര ബോധിച്ചിട്ടില്ല, സാരയില്ല, വഴിയുണ്ട് എന്ന് കണ്ണൻ മനസ്സിലങ്ങനെ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, അല്ല കണ്ണിനെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചതും ഉടനെ അല്ല മോന്റെ പേര് ഞാൻ ചോദിച്ചില്ലല്ലോ എന്ന് ശ്യാമ ചോദിച്ചു. അപ്പോഴേക്കും കണ്ണൻ പറഞ്ഞു, എന്റെ പേര് കണ്ണന്നാ, നമ്മള് 2-3 വട്ടം കണ്ടിട്ടുണ്ട് ശ്യാമേച്ചി എന്ന് പറഞ്ഞു. അല്ല, എന്നെ ഇപ്പൊ എന്താ ശ്യാമേച്ചി എന്നല്ല വിളിച്ചത്, അതെങ്ങനെ എന്റെ പേരറിയാം എന്ന് ശ്യാമ ചോദിച്ചു. ഉടനെ കണ്ണൻ പറഞ്ഞു, അത് പിന്നെ ആ മേഡം വിളിക്കുന്നത് കേട്ട് എനിക്ക് തോന്നിയതാണ് എന്ന് ശ്യാമയോട് കണ്ണൻ കളവ് പറഞ്ഞു. അതിനുശേഷം ശ്യാമ പറഞ്ഞു, ശരി ഞാൻ ഭക്ഷണം എടുക്കാമെന്ന് പറഞ്ഞു ശ്യാമ വേഗം കണ്ണന് ഭക്ഷണം എടുക്കാനായി അകത്തേക്ക് പോകുമ്പോൾ ഐശ്വര്യ ഇതെല്ലാം കണ്ട് തലയിളകി അവിടെ നിന്ന് മാറുന്നു. ഈ സമയത്ത് ഓണക്കോടി ആയിട്ട് ഒരു കസവുമുണ്ട് നേരിയതും കണ്ണന് സമ്മാനിക്കാനായി ശ്യാമ അരികിലേക്ക് എത്തി. അതെ, നിന്റെ പാകത്തിനുള്ള പുതിയ ഡ്രസ്സൊന്നും ഇവിടെ ഇരിപ്പില്ല, അതുകൊണ്ടായത്, ഇത് പിടിച്ചോ, ഇതാണ് ഓണക്കോടി എന്ന് പറഞ്ഞ് ആ നേരിയതും കസവുമുണ്ട് കണ്ണന് ശ്യാമ സമ്മാനിച്ചു. ഇത് മതി ചേച്ചി, എനിക്ക് ഒത്തിരി സന്തോഷമായി, എന്റെ മനസ്സ് അറിഞ്ഞു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴേക്കും ശ്യാമ ചോദിച്ചു, അല്ല എന്താ മോന്റെ പേര്, ഞാൻ ചോദിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞപ്പോ കണ്ണൻ നാണെന്നും നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടെന്നും ശ്യാമയോട് അറിയിച്ചു. അത് ശരി എന്ന് പറഞ്ഞ് ശ്യാമ പിന്തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും അവിടെ നിന്ന് കണ്ണന് അപ്രത്യക്ഷമായി. ഇത് കണ്ടവരെ ശ്യാമ അതിശയത്തോടെ നോക്കി. കണ്ണ കണ്ണ എന്ന് ശ്യാമ വിളിക്കുമ്പോൾ അല്ല, ഇത്ര പെട്ടെന്ന് കണ്ണൻ പോയോ എന്ന് ശ്യാമ അതിശയപ്പെട്ടു. അപ്പോഴാണ് ഉരുളിയിലിരുന്ന ആ ഉണ്ണിയപ്പം മുഴുവൻ തീർത്തതായിട്ട് ശ്യാമ കാണുന്നത്. അല്ല, ഇതിലുണ്ടായിരുന്ന ഉണ്ണിയപ്പം ഒന്നും കാണുന്നില്ലല്ലോ, ഇത് ഭയങ്കര അതിശയമായല്ലോ എന്ന് ശ്യാമ അതിശയത്തോടെ ആ ഉരുളിയും കയ്യിൽ പിടിച്ച് അവിടെ എല്ലാം നോക്കിയിരുന്നു. അപ്പോഴാണ് ശ്യാമയ്ക്ക് പെട്ടെന്ന് ഒരു തോന്നലുണ്ടാവുന്നത്. തന്റെ അരികിലേക്ക് വന്നത് തന്റെ സാക്ഷാൽ കണ്ണൻ തന്നെ ആയിരുന്നോ എന്ന് ശ്യാമയ്ക്ക് ആകെ അതിശയമായി. പെട്ടെന്ന് ശ്യാമ കണ്ണനെ നോക്കി ഒരു കൈകളോടെ ചോദിച്ചു, ഭഗവാനെ, നീ തന്നെയാണോ എന്റെ മുന്നിൽ വന്നത്, നീ എന്നെ ഇങ്ങനെ അതിശയിപ്പിക്കുകയാണോ കണ്ണാ, നിന്റെ മായയാണോ ഇതെല്ലാം എന്ന് ചോദിച്ച് തന്റെ കണ്ണനോട് നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം എല്ലാവരും ഹാളിൽ ഒത്തുകൂടി. ശ്രീകുട്ടിയോട് ചോദിച്ചു, അപ്പൊ അങ്ങനെ നമ്മളൊരു ഗംഭീരമായ ഓണസദ്യ കഴിച്ചു, ഇനി എന്താ എല്ലാവരുടെയും പ്ലാൻ എന്ന് ആദിത്യൻ അന്വേഷിച്ചപ്പോ ശ്രീകുട്ടി പറഞ്ഞു, അതൊക്കെയുണ്ട്, ഞാനും ശ്യാമേച്ചിയൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഉടനെ അവർ ഹസ്ബനാമ ചോദിച്ചു, ഓ ഇനി കൈകൊട്ടിക്കളിയായിരിക്കും അല്ലേ, അല്ല തുമ്പിതുള്ളലായിരിക്കും അല്ലേ. അപ്പൊ അടുത്തയാള് ചോദിച്ചു, വടംവലിയാണല്ലേ. അതൊക്കെ ഉണ്ട് നമ്മുടെ പ്രോഗ്രാമിൽ, ലിസ്റ്റിലൊക്കെ ഉള്ളതാണ്, പക്ഷെ ആദ്യം അതൊന്നും അല്ല എന്ന് പറഞ്ഞപ്പോ അഖില് ചോദിച്ചു, പിന്നെന്താ ആദ്യം എന്താ എന്നോട് പറ. അപ്പോഴേക്കും ശ്യാമ എവിടേക്ക് എത്തി. ശ്യാമേച്ചി എല്ലാവരും പറയുക, എന്താ പറയുന്നു എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞപ്പോ എന്നാ ശരി മോള് പറഞ്ഞോ എന്ന് ശ്യാമ പറഞ്ഞു. ഉടനെ ശ്രീകുട്ടി പറഞ്ഞു, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നു ഊഞ്ഞാലാട്ടം. അത് കേട്ടപ്പോഴേക്കും ഹസ്ബനാമ്മ ചോദിച്ചു, അല്ല മോള് പറഞ്ഞത് മുത്തശ്ശിനെ കൂടുതൽ ഇഷ്ടം എന്നല്ലേ, എന്നിട്ട് എന്നോട് ഇക്കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ശ്രീകുട്ടി പറഞ്ഞു, അത് പിന്നെ ശ്യാമേച്ചി ആരോടും പറയരുതെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ മുത്തശ്ശിയോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞപ്പോ സ്ത്രീകുട്ടിയോട് വസന്തര പറഞ്ഞു, അല്ലാതെ ഇഷ്ടക്കുറവായിട്ടൊന്നും അല്ലല്ലേ എന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞ ഉടനെ ശ്രീകുട്ടിയോട് വസന്തരാമ ചോദിച്ചു, എന്നിട്ടെന്താ മുത്തശ്ശിക്ക് ഓണക്കോടി തരാതിരുന്നത് എന്ന് ചോദിച്ചതും ശ്രീകുട്ടി പറഞ്ഞു, അതിനെന്താ മുത്തശ്ശിക്ക് ഞാൻ എന്താ ഓണക്കോടി തരേണ്ടത്, എന്റെ ഈ പൈസയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതും ശ്രീകുട്ടിയോട് വസന്തരാമ പറഞ്ഞു, ഉള്ളത് തന്നാ മതി എന്ന് പറഞ്ഞപ്പോ ശരി ഓണക്കോടിയായിട്ട് ഞാനൊരു സമ്മാനം തരാം എന്ന് പറഞ്ഞ് ശ്രീകുട്ടി വേഗം തന്നെ വസന്തരാമയുടെ കവിളത്ത് ഒരു ഉമ്മ കൊടുക്കുന്നു. ഇതാണ് എൻ്റെ ഓണക്കോടി എന്ന് പറഞ്ഞു. അതിനുശേഷം ഊഞ്ഞാലാടാനായി എല്ലാവരും പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ഐശ്വര്യ പെട്ടെന്ന് ഒരു ഗുണ്ടയെ അവിടെ നിന്ന് വിളിച്ചു വരുത്തുകയും ആ ഊഞ്ഞാലിന്റെ കയറ് മുറിഞ്ഞു വീഴാൻ പാകത്തിന് അത് കട്ട് ചെയ്ത് വെക്കുകയും ചെയ്തു. ആരെങ്കിലും അതിൽ വന്ന് ഊഞ്ഞാലാടാനായി ശ്രമിക്കുമ്പോൾ ആ നിമിഷം അവർ താഴെ വീഴത്തക്ക രീതിയിൽ ഉടനെ അതൊന്നും അറിയാത്ത വിധത്തിൽ എന്നിട്ട് അവിടെ നിന്ന് ഐശ്വര്യ മാറി നിന്നു. ഈ സമയത്ത് ആദിത്യനും അഖിലും വസന്തരാമയും മറ്റെല്ലാവരും അവിടേക്ക് ഊഞ്ഞാലാടാനായി എത്തി. ആദ്യം തന്നെ ശ്രീകുട്ടിയെ ഊഞ്ഞാലിൽ കയറ്റി ആദിത്യനെ വെച്ച്. ഈ സമയത്ത് ഐശ്വര്യ മാറി നിന്ന് പുഞ്ചിരിയോടെ നോക്കി. കാണാം ഇപ്പൊ ഊഞ്ഞാലാട്ടമൊക്കെ എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടങ്ങ് നിൽക്കുമ്പോൾ അഖിൽ ശ്രീകുട്ടിയെ ആ ഊഞ്ഞാലിരുത്തി ആട്ടുന്നു. കുറച്ചു നേരം ശ്രീകുട്ടിയെ ആ ഊഞ്ഞാലാട്ടിയതിനു ശേഷം ഇനി അടുത്തത് ആരാ കയറുന്നത് എന്ന് ചോദിച്ചു. ഇനി അടുത്ത ശ്യാമയെ ഊഞ്ഞാലടിക്കാം എന്ന് പറഞ്ഞപ്പോൾ ശ്യാമ പറഞ്ഞു, വേണ്ട, ഞാൻ കയറി നിന്നാൽ ശരിയാവില്ല എന്ന് ശ്യാമ പറയുമ്പോൾ ഉടനെ തന്നെ
ഐശ്വര്യ ശ്യാമയോട് കയറിയിരിക്കാനായി നിർബന്ധിക്കുന്നു. അതെ, ശ്യാമ കയറിയിരിക്കുക, അടുത്ത കുഞ്ഞ് ശ്യാമയാണല്ലോ എന്ന് പറഞ്ഞ് ശ്യാമയോട് ഇരിക്കാനായി നിർബന്ധിച്ചു. ശ്യാമ അവസാനം എല്ലാവരും നിർബന്ധപ്രകാരം ശ്രീകുട്ടിയോടൊപ്പം ഊഞ്ഞാലിൽ പോയിരുന്നു. ഐശ്വര്യ ആ ഊഞ്ഞാല് പൊട്ടി താഴെ വീണ് ശ്യാമയ്ക്ക് ആപത്ത് സംഭവിക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് ഐശ്വര്യ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്ത് മാറി തന്റെ കണ്ണൻ ഐശ്വര്യ ഒരുക്കി വെച്ചിരിക്കുന്ന കുതന്ത്രങ്ങളൊക്കെ നേരത്തെ മനസ്സിലാക്കി കണ്ണൻ അതിന് വേണ്ട എല്ലാ സുരക്ഷിതത്വവും നൽകി ആ ഊഞ്ഞാല് കട്ടയായി താഴെ, ആ ഊഞ്ഞാല് പൊട്ടി താഴെ വീഴാതിരിക്കത്തക്ക രീതിയിൽ കണ്ണൻ അതിലേക്ക് തന്നെ ഒന്ന് രൂക്ഷമായി നോക്കി. അപ്പോഴേക്കും ആ ഊഞ്ഞാലിന്റെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗത്ത് ആ ഒരു പോരായ്മ മാറി ആ ഊഞ്ഞാലിന് ഒരു പ്രശ്നവുമില്ലാതെ ശ്യാമയും ശ്രീകുട്ടിയും കൂടി വളരെ ഭംഗിയായി ഊഞ്ഞാലിരുന്ന് ആടുന്നു. അത് കണ്ടിട്ട് ഐശ്വര്യക്കാകെ സംശയമായി. അല്ല, ഇത്രയും നേരമായിട്ടും എന്തായിരിക്കാം ഈ ഊഞ്ഞാല് പൊട്ടി വീഴാത്തതെന്ന് ഐശ്വര്യ സംശയിച്ചു. അപ്പോഴാണ് കണ്ണൻ ആ മറ്റുള്ള ഐശ്വര്യയെ പോലും അവഗണിച്ച് ശ്യാമ കണ്ണന് കഴിക്കാനായി കൊടുത്ത ഉണ്ണിയപ്പം ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് കണ്ണൻ ആ കാഴ്ച കണ്ടങ്ങനെ നോക്കിയിരുന്നത്. അപ്പോഴേക്കും ശ്യാമയും ശ്രീകുട്ടിയും ഊഞ്ഞാലാടി കഴിഞ്ഞതും ഇനി അടുത്ത ആരാ, ഐശ്വര്യ കയറിക്കോ എന്ന് പറഞ്ഞു. എല്ലാവരും ഐശ്വര്യയെ നിർബന്ധിക്കുന്നതിന് മുമ്പ് തന്നെ ഐശ്വര്യ ആലോചിച്ചു, അതെ, എന്തായാലും ഇത്രയൊക്കെ ഒപ്പിച്ചു വെച്ചതല്ലേ, ഇനിയിപ്പം ഒന്ന് ഊഞ്ഞാലാടിയേക്കാം, അവരാടിയിട്ട് കുഴപ്പമൊന്നും തന്നെ ഇല്ലല്ലോ, അപ്പൊ പിന്നെ പേടിക്കണ്ടല്ലോ എന്നാലോചിച്ച് ഐശ്വര്യ വേഗം ഊഞ്ഞാലാടാനായി ആ ഊഞ്ഞാലിൽ ചെന്നിരുന്നു. കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന രീതിയിൽ മുകളിലേക്ക് ആ കയറിലേക്ക് നോക്കി ഐശ്വര്യ അങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഐശ്വര്യ ഊഞ്ഞാലാടുന്നതിനിടയിൽ ഐശ്വര്യയെ ഊഞ്ഞാലാട്ടാനായി പിന്നെ നിന്ന് അമൃതയെടുത്തി ഊഞ്ഞാലാടിച്ചു കൊടുക്കണം. അമൃതയെടുത്തിയും ആദ്യം കൂടി ആ ഊഞ്ഞാല് വളരെ ശക്തിയായി ആടുന്നതിനിടയിൽ പെട്ടെന്ന് ഐശ്വര്യ ആ ഊഞ്ഞാലിന്റെ കയറ് പൊട്ടി താഴേക്ക് വീണു. അയ്യോ എന്ന നടുവേ എന്ന് നിലവിളിച്ചുകൊണ്ട്, അമ്മേ എന്ന് നിലവിളിച്ച് ഐശ്വര്യ നിലത്ത് കിടക്കുമ്പോൾ ആ കാഴ്ച കണ്ട് കണ്ണൻ പുഞ്ചിരിക്കണം. അപ്പോഴേക്കും ഐശ്വര്യ സ്വയം കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന സത്യം തിരിച്ചറിഞ്ഞ് ഐശ്വര്യ പൊട്ടിക്കരയുന്നു. എന്തായാലും ആ ശ്യാമയ്ക്കായി ഒരുക്കി വെച്ച കെണിയിൽ ഞാൻ തന്നെ വന്ന് വീണല്ലോ എന്ന നിരാശയായിരുന്നു ആ നിമിഷം ഐശ്വര്യയുടെ മനസ്സിൽ. ഇനി വരുന്ന എപ്പിസോഡിൽ ഐശ്വര്യ ഈ കുതന്ത്രങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചതിന് ശേഷം അഖിലിന്റെയും ശ്യാമയുടെയും ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഐശ്വര്യയും ഒപ്പം അരുണും ഒന്നിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ഐശ്വര്യ ഇനി അവർ തമ്മിൽ ഒരു കാരണവശാൽ ഒരു ബന്ധവും ഉണ്ടാകരുത് എന്ന ദുരുദ്ദേശത്തോടെ പാവം ഐശ്വര്യയെ ഭീഷണിപ്പെടുത്തുന്നു. ഐശ്വര്യ ആകെ വിഷമത്തോടെ ഹാളിൽ വന്ന് സങ്കടപ്പെട്ടിരിക്കുകയും വസുന്ധരാമ തന്റെയും അരുണിന്റെയും വിവാഹം ഉടനെ നടത്തുമെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ ഒരു മരുമകളെ പോലെ തന്നെ വസുന്ധരാമ സ്നേഹിക്കുന്നത് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമിച്ച് അശ്വതി നിന്നു. ആ സമയത്ത് അശ്വതിക്കരികിലേക്ക് ശ്യാമ എത്തുന്നു. ഈ കാഴ്ച കണ്ട് ശ്യാമ അരികിലേക്ക് എത്തിയതും അശ്വതി ആശങ്കപ്പെടുന്നതിന്റെ കാരണമെന്ന് അന്വേഷിച്ചു. അശ്വതിയെ സങ്കടത്തോടെ ശ്യാമയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. എല്ലാം കേട്ട ശ്യാമ ഐശ്വര്യയെ ആശ്വസിപ്പിച്ചു. ചേച്ചി ഇതോടൊത്തൊന്നും വിഷമിക്കേണ്ട എന്നും എല്ലാം നേരെയായി വരുമെന്നും എല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിക്കുമെന്നും ശ്യാമ സമാധാനപ്പെടുത്തുമ്പോൾ ശ്യാമയും ഐശ്വര്യയും തമ്മിലുള്ള സംസാരവും അതിനുശേഷമുള്ള ശ്യാമയുടെ ആലോചനയും അഖിൽ ശ്രദ്ധിക്കാനിടയാകുന്നു. അഖിൽ അരികിലെത്തി ശ്യാമയോട് വിവരം അന്വേഷിക്കുന്നു.